പിതാവായ ഏകദൈവത്തിൻ്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനായ ഏകനിത്യാത്മരക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്താലും അവിടുന്ന് അയച്ച ഏകനിത്യ സഹായകനായ ജീവൻ്റെ ഉറവയായ പരിശുദ്ധാത്മാവിനാലും ആമേൻ. സങ്കീർത്തനം 9. മർദ്ദിതൻ്റെ പ്രത്യാശ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിൽ ഞാൻ സ്തോത്രം ആലപിക്കും. എന്തെന്നാൽ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുമ്പിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. ശത്രു നാശകുമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അവിടുന്ന് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മർദ്ദിതരുടെ ശക്തിദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രം ആലപിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്ന് അവരെ ഓർമ്മ വയ്ക്കും. പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുന്നില്ല. കർത്താവെ, എന്നോട് കരുണ കാണിക്കണമേ. മരണകവാടത്തിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുന്നവനെ, വൈരികൾ മൂലം ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ. അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികൾ ആലപിക്കട്ടെ. അങ്ങ് നൽകിയ ഈ വിമോചനം ഓർത്ത് സിയോൻ പുത്രിയുടെ കവാടത്തിൽ ഞാൻ സന്തോഷിക്കട്ടെ. തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു. തങ്ങൾ ഒരുക്കിയ കെണിയിൽ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി. കർത്താവ് തന്നെ വെളിപ്പെടുത്തി. അവിടുന്ന് ന്യായവിധി നടത്തി. ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങി. ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ. ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ. ദരിദ്രർ എന്നേക്കും വിസ്മരിക്കപ്പെടുകയില്ല. പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കും അസ്തമിക്കുകയുമില്ല. കർത്താവെ, എഴുന്നേൽക്കണമേ. മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കട്ടെ. ജനതകൾ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ. കർത്താവെ, അവരെ ഭയാധീനരാക്കണമേ. തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ അവിടുത്തെ ഏകപുത്രനും ഏകനിത്യാത്മരക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെയും അവിടുന്ന് അയച്ച ഏകനിത്യ സഹായകനും ജീവൻ്റെ ഉറവയുമായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും ആമേൻ.